മുഴുവൻ സഹപ്രവർത്തകരെയും ആദ്യമായി ഹൃദയത്തോട് ചേർത്ത് അഭിവാദ്യങ്ങളും ആശംസകളും നേരാൻ ഞാൻ അവസരം ഉപയോഗിച്ചു. ഞാൻ വലിയ പ്രസംഗത്തിന് മുതിർന്നില്ല. രാവിലെ നെന്മാറയിലെ പരിപാടി വടവന്നൂരിലും അതിനുശേഷം ചിറ്റൂരിലെ പരിപാടിയും കഴിഞ്ഞ് ആലത്തൂരിൻ്റെ കൺവെൻഷനും കഴിഞ്ഞ് ഇവിടെ വന്ന് ഇനിയിപ്പോൾ മലമ്പുഴയുടെ കൺവെൻഷൻ കഴിഞ്ഞ് പാലക്കാട്ടെ കൺവെൻഷൻ കഴിഞ്ഞ് വൈകുന്നേരം നാളെ രാഹുൽ ഗാന്ധി വരുന്ന മീറ്റിങ്ങിന് എനിക്ക് കോഴിക്കോട് എത്തണം. ഞാനൊരു കാര്യം ഒട്ടും ഇങ്ങനെ പറയാൻ വേണ്ടി പറയല്ലാതെ ഞാനൊരു കാര്യം പറയാം. നിങ്ങളുടെ സ്ഥാനാർത്ഥി, ഞാൻ MLA എന്ന നിലയിൽ പാലക്കാട് പൊതുപ്രവർത്തനം എന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം ഏൽക്കുന്നതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ എക്സിക്യൂട്ടീവ് എഞ്ചിൻ ഉൾപ്പെടെയുള്ള സുപ്രധാന പദവികളിൽ ഇരുന്നിട്ടുള്ള ഒരാളാണ്. ഇന്ന് KGO എന്ന് പറയുന്ന ഗസറ്റഡ് ഓഫീസേഴ്സ് യൂണിയന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് കേരളത്തിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് വർക്ക് ചെയ്യും. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് അടിയിൽ പറയാം. വർഷം മുമ്പിൽ വന്നാലും എല്ലാ സാങ്കേതികത്വങ്ങൾക്കും അപ്പുറത്തേക്ക് അവിടെ ജനപക്ഷത്ത് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനെ അന്നേ ഞാൻ കണ്ടിരുന്നു എന്നുള്ളത് അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു. ഇനി അദ്ദേഹം ഒരു ജനപ്രതിനിധി ആവാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സാരഥിയായിട്ട് ഇവിടെ കടന്നു വന്ന ശേഷം നിങ്ങളോട് വോട്ട് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ ചുരുങ്ങിയ സമയം ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയെ കുറിച്ച് പഠിക്കാൻ കഴിയും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് തന്നെ സമയമില്ലാത്തൊരു സമയത്ത് എന്റെ തരൂരിന്, നമ്മുടെ തരൂരിന് എന്താ വേണ്ടത് എന്നുള്ളത് കൃത്യമായി 8 മേഖലകളാക്കി ഒരു മാനിഫെസ്റ്റോ ആക്കി ജനങ്ങളുടെ മുമ്പിൽ ഇതുപോലെ സമഗ്രമായി അവതരിപ്പിച്ച മറ്റൊരു സ്ഥാനാർത്ഥിയും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് തരൂരിന്റെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കി, എന്താണ് തരൂരിന്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ മനസ്സിലാക്കി അതിന്റെ പരിഹാര നിർദ്ദേശങ്ങൾ ഒരു ഗ്യാരണ്ടിയായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് തരൂരിൽ ലഭിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമാണ്. ഇനി ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇതുപോലെ നാടിനോട് പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ ഏറ്റെടുക്കണോ വേണ്ടിയെന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. അങ്ങനെ ഏറ്റെടുക്കാൻ തീരുമാനിച്ചാൽ അത് തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പീരീഡ് ആയിരിക്കും തരൂരിന് കിട്ടുക എന്ന കാര്യത്തിൽ സംശയമാണ്. പ്രത്യേകിച്ച് ഒരു കാര്യം ഞാൻ പറയുന്നു, ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സദസ്സിൽ ഇന്ന് ഒരു ചോദ്യം ചോദിക്കുന്നത് വീട്ടിൽ പോയി ചോദിക്കട എന്നൊക്കെ മറുപടി പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടെങ്കിൽ അങ്ങനെ ധിക്കാരം പറയുന്നവരെ ജനം വീട്ടിലിരുത്തും എന്നുള്ള കാര്യത്തിലും സംശയമാണ്. നമുക്കറിയാം ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഇവരുണ്ടാക്കുന്ന ഡീൽ ഉൾപ്പെടെ ഞാൻ വിശദമായ പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പൊ ജനം പ്രതികരിക്കാൻ കാത്തിരിക്കുക. മണ്ഡലം തരൂരാണ്, മണ്ഡലം ആലത്തൂരാണ്, മണ്ഡലം മട്ടന്നൂരാണ്, ധർമ്മടാണെന്ന് ഇത്തവണയില്ല. പോരാടാൻ ജനങ്ങൾ തീരുമാനിച്ചാൽ അത് പോരാട്ടം തന്നെയായിരിക്കും. ഒരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാലോചിക്കുക, ഇത് ഈ സർക്കാരും ജനങ്ങളും തമ്മിൽ നടത്തുന്ന പോരാട്ടമാണ്. അതിൽ ജനപക്ഷത്ത് നമ്മളുണ്ട്, ഐക്യ ജനാധിപത്യ മുന്നണിയുണ്ട്. അതുകൊണ്ട് തരൂരിന്റെ സ്വന്തം കേസിയായി പ്രിയങ്കരനായ സുബ്രഹ്മണ്യേട്ടൻ മാറട്ടെ. ഞാൻ എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും നേരുന്നു. And I'm very happy to meet my friend, my dear friend Sushant ji amongst you. അദ്ദേഹം AICCയുടെ സെക്രട്ടറി പദവി ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റത്. He reached here 1 AM last night. രാത്രി 1 മണിക്ക് ഇവിടെ എത്തി. നെക്സ്റ്റ് മോർണിംഗ് he came to Calicut. രാഹുൽ ഗാന്ധിയുടെ പരിപാടിയുടെ ടൂർ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി കാലിക്കറ്റ് വിസിറ്റ് നടത്തി. ഇന്നലെ രാത്രി ഒരുപാട് വൈകുവോളം അവിടെ ഉണ്ടായിരുന്നു. We departed around 1 AM, 1:30 AM in the night and today is again here. രാവിലെ വീണ്ടും പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിറവേറ്റുന്നതിന്റെ ഭാഗമായി സുശാന്ത് ജി നമ്മളോടൊപ്പം ഉണ്ട്. ആ കമ്മിറ്റ്മെന്റോടെ വർക്ക് ചെയ്യുന്ന സുശാന്ത് ജിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഹാർട്ട്ലി വെൽക്കം യു ടു സുശാന്ത് ജി and thank on behalf of everyone for being here. ഞാൻ അപ്പം ഇനി പ്രസംഗം ദീപിക്കുന്നില്ല. നിങ്ങൾ KC ഏറ്റെടുത്താൽ KC തരൂരിനെ ഏറ്റെടുക്കും എന്ന കാര്യത്തിന് സംശയമില്ല. എല്ലാവരുടെയും സജീവമായ പങ്കാളിത്തവും പ്രവർത്തനം ഉണ്ടാവണം. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നേർന്ന് ഈ സംഗമം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപനം നിർത്തുന്നു. ഓഫീസിന്റെ പ്രവർത്തനങ്ങൾ കൃത്യമായി